ഹമാസിന് അവസാന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ബന്ദികളുടെ മോചനം ഉടൻ നടപ്പിലാക്കണം. ഏവരും ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും താൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഹമാസ് ആണ് സമാധാന നിർദ്ദേശം അംഗീകരിക്കേണ്ടത്. അല്ലാത്തപക്ഷം അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, ട്രംപിന്റെ മുന്നറിയിപ്പ് ഏത് സാഹചര്യത്തിലാണ്? വിഷ്ണു, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ പ്രത്യേകതയോടെ നോക്കിക്കാണേണ്ടതാണ്. ശക്തമായ ഒരു സൈനിക നടപടി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഗാസയിൽ നടക്കുകയും നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് അധികാരമേറ്റ വേളയിൽ തന്നെ പറഞ്ഞതുപോലെ ഗാസയെ ഒരു കടലോര വിശ്രമ കേന്ദ്രമാക്കുമെന്നും സ്വതന്ത്ര പ്രദേശമാക്കുമെന്നുമുള്ള പ്രഖ്യാപനങ്ങൾ നടന്ന ആ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഇന്നത്തെ അന്തിമ മുന്നറിയിപ്പ് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ ഇസ്രയേൽ അതിശക്തമായ ആക്രമണത്തിലൂടെ ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമാക്കുന്നതിനും തുടർ നടപടികളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ നടപടികളിലേക്ക് നീങ്ങണം, ബന്ദികളുടെ മോചനം ഉടൻ നടപ്പാക്കണമെന്നും അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കണം, താൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്നുമുള്ള ഒരു അന്തിമ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു അന്തിമ വാണിംഗ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു സമൂഹ മാധ്യമ കുറിപ്പിലൂടെ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് ഗൗരവമേറിയ ഒരു വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നു ലോകം മുഴുവൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധം നിർത്തിയില്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കൃത്യമായി തന്നെ ട്രംപ് ആ സമൂഹ മാധ്യമ കുറിപ്പിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായും നമുക്കറിയാം, ഇറാനിലൊക്കെ നടത്തിയ പോലുള്ള നടപടികളിലേക്ക് ഒരു പക്ഷേ നീങ്ങുമോ എന്ന് പോലും ചിന്തിച്ചേക്കാവുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ ചെങ്കടലിലെ കേബിളുകൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നിൽ ഹൂതി ഭീകരരാണ് എന്ന ചില സംശയങ്ങളെല്ലാം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ചെങ്കടലിന്റെ സുരക്ഷയും അതുപോലെ തന്നെ മേഖലയിലെ സുരക്ഷയും അനിവാര്യമായും സ്ഥാപിച്ചെടുക്കുന്നതിന് ഹമാസ് യുദ്ധം നിർത്തുക തന്നെ വേണം, അല്ലെങ്കിൽ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയും പൂർണ്ണമായും ഒരു സമാധാന മേഖലയെ അതിനെ മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്ന നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചത് ഒരു സ്വതന്ത്ര സർക്കാർ അവിടെ അധികാരത്തിൽ വരണമെന്നാണ് ഗാസയിൽ. അത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര സർക്കാരിൽ ഹമാസിന്റെ സാന്നിധ്യം ഉണ്ടാകരുത് എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഏറെ നിർണായകമാണ് ട്രംപിന്റെ ഇന്നത്തെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ് എന്ന കാര്യത്തിലും തർക്കമില്ല. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.